Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic positive day. ഞാൻ തിരക്കിട്ട് പോകുന്നുണ്ട്, ക്യാപ്പ് എടുക്കാൻ മറന്നുപോയി. എൻ്റെ ആ ഒരു വിഷൻ എന്തെങ്കിലും വ്യത്യാസം വരും അല്ലേ, ചെറുതായിട്ട്. ഇറ്റ്സ് ഓക്കെ. വിഷൻ അല്ലല്ലോ കാര്യം, നമ്മുടെ മെസ്സേജിനാണല്ലോ കാര്യം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയ യാത്ര എപ്പോഴും ഉണ്ട്, പഠനവും നിരീക്ഷണമായിട്ടുള്ള യാത്രകളുണ്ട്. യാത്ര പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം സാറ് അങ്ങനെ നമ്മുടെ ഒരു വീഡിയോ, പള്ളിയിലൊരു വീഡിയോ ചെയ്തു, എന്താ അതിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, സ്നേഹിത, എൻ്റെ അസ്തിത്വം വെളിവാക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, വാട്ട് ഈസ് മൈ മിഷൻസ്, എനിക്കെന്തെങ്കിലും കബളിപ്പിക്കലോ കള്ളത്തരമുണ്ടോ, ഇതൊക്കെ വെളിവാക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ എടുത്തത്. ഞാൻ നല്ല ഉത്തമ കത്തോലിക്കനാണ്, ദൈവവിശ്വാസിയാണ്. മോറോവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്നു, പലവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു, അതിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു, എല്ലാവരുമായിട്ടും സൗമനസ്യത്തോടെ പോകുന്നു. ഇത് എന്നെ വെളിവാക്കുന്നതിനുള്ള ഒരു വീഡിയോ ആയിരുന്നു, ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. അപ്പോൾ സാറിങ്ങനെ എൻ്റെ ചാനലിൽ അദ്ദേഹം എന്നെ കളിയാക്കിയത്, പ്രാരംഭ പ്രഭാഷണത്തിന് ശേഷം കൈരളി ചാനലാണ്, ഇസ്മിസാമൻ യൂട്യൂബ് ചാനൽ, ഈ സീക്രണ്ട് കൈരളി ചാനലിൽ നിന്ന് പറയാം. ഞാൻ പറഞ്ഞ സ്നേഹിത, തെറ്റിപ്പോയി. ഞാനൊരു സ്വതന്ത്ര വീക്ഷണമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ. എനിക്ക് കൈരളിയും മനോരമയും മാതൃഭൂമിയൊക്കെ ഓരോ പ്രസിദ്ധീകരണങ്ങളായിട്ട് കരുതുന്നുള്ളൂ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമൊന്നുമല്ല, ആകാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചോദിക്കുന്നു, അതിനെന്തോ യോഗ്യത? ഞാൻ പറഞ്ഞു, നിസ്വാർത്ഥമായി സേവനം ചെയ്യുക, സമൂഹത്തിൽ അർപ്പിതമായി മുമ്പോട്ട് പോകുക എന്നുള്ളതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വേണ്ടത്ര എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. തന്നെയല്ല, എനിക്ക് സമയമില്ല, എൻ്റെ മാർഗം വേറെയാണ്, വ്യത്യസ്തമാണ്. എന്നാൽ എൻ്റെ ഈ പറഞ്ഞ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കുറേയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. താൻ അധസ്ഥിതരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും പ്രത്യേകമായി കരുതാനും സ്നേഹിക്കാനൊരു മനസ്സെനിക്കുണ്ട്. അതിൻ്റെ സർവീസിലുടനീളം ഞാൻ കാത്തുപാലിച്ചിരുന്നൊരു കാര്യവുമാണ്. ഒരിക്കലും പാവപ്പെട്ടവനായതുകൊണ്ടോ അവൻ്റെ സമൂഹം പ്രത്യേക ശ്രദ്ധിക്കുക, സമൂഹം കൽപ്പിച്ച് മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറഞ്ഞ്, ആക്ച്വലി ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ അല്ലേ, അവിടെ കീഴ്ജാതി മേൽജാതിയൊന്നുമില്ല, പിന്നോക്കക്കാരനും മുന്നോക്കക്കാരനൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത്തരക്കാരെ പ്രത്യേകം കരുതുകയും സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അത് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഒരു ഫ്രീഡം, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു ഫ്രീഡം മൈൻഡുള്ളൊരു ആളെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പുള്ളി എത്ര വിശ്വസിച്ചെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായാണ് പറയുന്നത്, ഒരു കലർപ്പുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വയനാട്ടിലെ നമ്മുടെ ഒരു ഇതല്ലേ ടൗൺഷിപ്പ്, അതിപ്പം KC വേണുഗോപാൽ എന്താ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വേഗം അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കുമെന്ന്. കാരണം ടൗൺഷിപ്പിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇനി കേരളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, വയനാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ടൗൺഷിപ്പ് അത്രയും ഭാവനയോടുകൂടി, ബുദ്ധി സാമർഥ്യത്തോടുകൂടി, സാങ്കേതിക മേന്മയോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഭവന സമുച്ചയങ്ങളാണ്. വെറും ഭവന സമുച്ചയങ്ങൾ മാത്രമല്ല, മറിച്ച് സ്കൂള്, കോളേജ്, ആശുപത്രി, കോളേജ് വേണം, ആശുപത്രിയിലെ ആശുപത്രികൾ, അംഗനവാടികൾ എല്ലാം ഉൾപ്പെടെയാണ് ടൗൺഷിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരു അന്തേവാസി പറഞ്ഞത്, ഈ ഭൂമിയിൽ ഈ അട്രോസിറ്റി ഒന്നും ഉണ്ടാകാതിരിക്കുകയും, ഗുഡ് മോർണിംഗ്, ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ഭവനത്തിൽ
ഇത്രയും ആസൂത്രിതമായി കെട്ടിപ്പൊക്കിയ ഒരു ടൗൺഷിപ്പിൽ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? അത്രയും സ്നേഹവും കരുതലും അവർ ആഗ്രഹിക്കുന്നു, കിട്ടുന്നു. അത് നമുക്ക് താത്തി പറയാൻ പറ്റുമോ? മുന്നോട്ടുള്ള പോക്കിൽ വയനാട്ടിൽ പോയി ഏതൊരാളും, ഞാനിപ്പോഴേ നമ്മുടെ ചാനൽ അത് പ്രവചിച്ചിട്ടുണ്ട്, ഏതൊരാളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കരുതി പോകുന്നൊരു സ്ഥലമായിരിക്കും ആ ടൗൺഷിപ്പ്. കാരണം ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, സമൂഹത്തോട് ഇടകലർന്ന് ജീവിക്കുന്ന വ്യക്തി വൈശിഷ്ട്യമുള്ള ഒരു ജനതയായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അവരെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിലെ ഇത് എക്സ്കർഷൻ പോകുമ്പം, തമിഴ്നാട്ടിൽ പോകുമ്പം യൂറോപ്യൻസ് അധിവസിക്കുന്ന ഒരു കോളനി അല്ല, അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇവിടെ ഇങ്ങനെ സായിപ്പന്മാരും മദാമ്മമാരൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുക. അവരവിടെ അത് കാണാൻ കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? അധ്യാപകർ ഞങ്ങളെ കൊണ്ടുപോയി എന്തിനാണ്? സായിപ്പന്മാരെ കാണിക്കാനല്ല. അവരുടെ ആ ഒരു സ്വഭാവ വൈശിഷ്ട്യത, അവരുടെ സംസ്കാരം, അവരുടെ പെരുമാറ്റം, ഡിസിപ്ലിൻ, ആതിഥേയ മര്യാദ, അതിഥികളുടെ പെരുമാറ്റം, ഇതെല്ലാം കണ്ണും കേട്ടും പഠിക്കാൻ. അന്ന് ഞാൻ SLC പാസ്സാണ് 75. അപ്പോൾ 65 തൊട്ട് ഇങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ വളരെ പരിതാപകരമായിരുന്നു നമ്മുടെ സ്ഥിതി. അതുകൊണ്ടാണ് അന്നുകൊണ്ട്. ഇപ്പം മറിച്ച് നമ്മുടെ ടൂറിസ്റ്റുകൾ പോകാൻ പോകുന്നത് നമ്മുടെ തന്നെ ആളുകളുടെ സൈദ്ധാന്തികവും ഭൗതികവും സാമ്പത്തികവുമായ നേട്ടത്താൽ കൊയ്തെടുത്തിട്ടുള്ളൊരു ടൗൺഷിപ്പിലേക്കായിരിക്കും ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പോവുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഹോട്ടലുകളുണ്ട്, വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും നല്ല ഹോട്ടലുകളുണ്ട്, നല്ല പ്രാർത്ഥിക്കാൻ പോകാൻ നല്ല ദേവാലയങ്ങളുണ്ട്, നല്ല കളിസ്ഥലങ്ങളുണ്ട്, നല്ല സ്കൂളുകളുണ്ട്. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നല്ല മിടുമിടുക്കന്മാരായ ആളുകളുണ്ട്. അങ്ങനെ ഒരു ടൗൺഷിപ്പാണ് നമ്മൾ ഇവിടെ വയനാട്ടിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വൻ വിജയമായിരിക്കും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. അവർക്കതെന്നും അവരുടെ തലയിലൊരു പൊൻതൂവലായി വാണറുള്ളൂ എന്ന കാര്യം യാതൊരു സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ജീവിച്ച് മരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പശുവും കാളയും ആടും ജീവിച്ച പോലെ ഈ സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ? നമ്മൾ കടന്നു പോകുമ്പോൾ പറയണം. ഇപ്പം എന്നെപ്പറ്റിയാണ് പറയുന്നത്. സൈമൺ സാറ് ഇങ്ങനെ പ്രഭാതത്തിൽ വീഡിയോകളൊക്കെ ചെയ്യുമായിരുന്നു, ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അതിൻ്റെ ഗുണം എനിക്കിപ്പോൾ തന്നെ അറിയാം. ധാരാളം പേര് എന്നോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, മോർണിംഗ് എക്സസൈസുകളെ പറ്റി വന്ന മാറ്റങ്ങൾ, സാമ്പത്തിക നിയന്ത്രണത്തെ പറ്റി വന്ന മാറ്റങ്ങൾ, ജീവിതത്തിൽ ഉത്സുകനായി മുമ്പോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത, ചുമ്മാ ഉള്ള സമ്പാദ്യം കൊണ്ട് ആരെയും ശല്യപ്പെടുത്താതെ നമ്മുടെ വീട്ടിൽ കഥകടച്ചിരുന്ന് ഭക്ഷണവും കഴിച്ച് TV സിനിമയൊക്കെ കണ്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. തങ്ങളെപ്പോലെ സഹായിക്കാൻ ആവശ്യമുള്ള തങ്ങൾക്കുള്ള അധിക ധനം തങ്ങൾക്കുള്ള അധിക ധനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്, ആവശ്യമുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലെ സുവിശേഷമൊക്കെ പറയപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ നാം അടച്ചിരുന്നാൽ പോകാവുന്നൊരു സ്ഥലമല്ല സ്വർഗം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. അപ്പോൾ അതനുസരിച്ച് സാമൂഹ്യമായി മോർണിംഗ് എക്സസൈസ് നല്ലതാണ്, നടക്കാൻ പോകുന്നത് നല്ലതാണ്, പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത് നല്ലത്, അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ്. അതോടൊപ്പം സമൂഹത്തെ സ്നേഹിക്കാനും തുടങ്ങണം. നമ്മുടെ അയൽക്കാരനെ ഏറ്റവും കൂടുതൽ ബൈബിളിൽ പറയുന്നത് എന്താ? 10 കൽപ്പനകൾ തന്നിട്ടുണ്ട്, 1, 2 എല്ലാം എനിക്ക് ഹൃദയസ്ഥമാണ്. അവസാനം എന്താ പറയുന്നത്? ഇതൊക്കെ പറയുന്നത് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുമ്പോൾ ഈ 10 കൽപ്പനകളിൽ അത് സംശീകരിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നീ 10 കൽപ്പനകളും പാലിപ്പിക്കപ്പെടുന്നവനായി മാറുകയാണ്. അപ്പം ജീവിതം മാറുകയാണ്. അപ്പം നമ്മൾ ജീവിച്ച് പോകുമ്പം, ഈ മണ്ണിൽ ജീവിച്ച് പോകുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വേണ്ടേ? ഞാനൊരു പള്ളിയിലെ എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റ്. എന്നെ കൊച്ചുപത്രം കാണുമ്പോൾ എല്ലാം പറയും, അത് എൽഡേഴ്സ് അല്ലേ ആകേണ്ടത്, സൈമൺ എൽഡർ അല്ലല്ലോ എന്നൊക്കെ പറയും. എന്തായാലും ഇതിപ്പോൾ 3-ാം കൊല്ലമാണ് ഞാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ വിനോദയാത്ര പോകും. വിനോദയാത്ര പോകുന്നത് എന്തിനാ? വിനോദയാത്ര പോകുമ്പം
സാമ്പത്തികമായോ ശാരീരികമായോ അസ്വസ്ഥത കൊണ്ടൊക്കെ പോകാത്ത ആളുകളുണ്ട്. മുതിർന്നവരെ അവരെല്ലാം കൂട്ടിയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയത് കന്യാകുമാരിക്ക്. ഒരു ദിവസം അവിടെ പോയി താമസിച്ചു. എയർ കണ്ടീഷൻ ഹോട്ടലിൽ താമസിച്ചു. വലിയ പണക്കാരെന്നല്ലേ പോയത്, സാധാരണക്കാരാണ്. പക്ഷെ ഞങ്ങൾ അതെല്ലാം സജ്ജീകരിച്ച് ഞങ്ങൾ ഒരു 2 ദിവസം കന്യാകുമാരി വിസിറ്റ് ചെയ്തു. വലിയ സന്തോഷമായിരുന്നു. ഇത് എങ്ങനെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന കാര്യങ്ങൾ സമൂഹത്തിനും കുടുംബത്തിനും സമുദായത്തിനൊക്കെ വേണ്ടി ചെയ്യണം. എങ്കിൽ മാത്രമേ നാം വിശുദ്ധിയുള്ള വൈശിഷ്ട്യമുള്ള ഒരു സമൂഹമായി മാറത്തുള്ളൂ. ഗുഡ് മോർണിംഗ്. താറാമുട്ട കിട്ടിയോ? ഓക്കെ. താറാവ് കർഷകർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെയൊക്കെ മുട്ട മേടിക്കുന്നുണ്ട്. എൻ്റെ മുട്ട തീർന്നില്ല, ഞാൻ മേടിക്കണം. അപ്പം ഇതായത് ഞങ്ങൾ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ സാമൂഹ്യമായ പ്രതിബദ്ധതയും സ്നേഹവും മുന്നിൽ നിർത്തിയാണ് ജീവിക്കുന്നത്. ഓക്കെ. എനിഹൗ തിരഞ്ഞെടുപ്പ് വരുന്നു. വളരെ ശ്രദ്ധാലുവായിരിക്കണം. മുന്നോട്ട് കാണണം, അല്ല കൺമുമ്പിൽ കാണുന്നതിനെ മാത്രം വിചാരിക്കും. മുന്നോട്ട് കണ്ടിട്ട് ഇവർ സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യും, ഇവർ സമൂഹത്തിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ, അവരുടെ പ്രകടന പത്രികകളൊക്കെ ഒന്ന് പരിശോധിക്കണം. എന്താണ് അവർ പറയുന്നത്? അല്ലാതെ കാണുമ്പോൾ ചേട്ടാ ചേച്ചി കെട്ടിപ്പിടുത്തമൊന്നും അല്ല വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡം. ഭാവിയിലാണ് ഈ വോട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ചേട്ടാ ചേച്ചിയൊക്കെ അങ്ങ് തീരും, കെട്ടിപ്പിടുത്തമൊക്കെ അങ്ങ് തീരും. അതൊക്കെ വെറുതെ. കഴിഞ്ഞ ദിവസം മരിച്ചെടുത്ത് പോയപ്പോൾ ഇപ്പോഴാണ് മരിക്കേണ്ടതെന്നാണ്. എന്ന് വെച്ചാൽ നേതാക്കന്മാരെല്ലാം ഓടി വരുന്നു, റീത്ത് വെക്കുന്നു, ആകെപ്പാടെ അടിപൊളി. മരിക്കാൻ പറ്റിയ സമയമാണ്. ഇലക്ഷൻ കഴിഞ്ഞ് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. എല്ലാവരും ചിരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ചിന്തിച്ച് ദുരവ്യാപകമായ ഫലം ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ. ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഇവൻ കൊള്ളാമോ ഇവള് കൊള്ളാമോ എന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യണം. നമ്മൾ ഭരിക്കാനായിട്ട് നമ്മുടെ മേളിൽ സാറ് കളിക്കാൻ വരുന്നവരാ. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ കൈകൂപ്പി വരുന്ന ആശാന്മാർ MLAയും MP യും മന്ത്രിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അവനെ സാറേന്ന് വിളിക്കണം. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. അത് ഈ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലേ ഉള്ളൂ. വിദേശത്ത് നിന്ന് അങ്ങനെയല്ല, തിരിച്ചാ സാറെന്ന് വിളിക്കും. നമ്മളെയാണ് സാർ, നമ്മളല്ലേ ജനമല്ലേ ബോസ്. അത് ബോധ്യപ്പെട്ട് ബോസിൻ്റെ അധികാരത്തോടു കൂടി നമ്മുടെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. ചെറുതും വലുതുമാകട്ടെ, തദ്ദേശഭരണം ആയിക്കോട്ടെ, അത് അസംബ്ലി ആയിക്കോട്ടെ, പാർലമെൻ്റ് ആയിക്കോട്ടെ, തിരഞ്ഞെടുക്കുമ്പോൾ ആ ബുദ്ധിപൂർവ്വം നമ്മൾ പ്രയോഗിക്കണം. പിന്നെ സഹോദരൻ നിൽക്കുമ്പോൾ ആ കുടുംബം ചെയ്യാലെന്നും പറയാൻ പറ്റില്ല, അവർ ചെയ്തോളൂ. പക്ഷേ നമ്മൾ അല്പാകം നിൽക്കുന്നവരാണെങ്കിൽ ഒക്കെ ചിന്തിച്ചും കേട്ടും വേണം ചെയ്യാൻ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.